അതിരപ്പള്ളിയിൽ പരിക്കേറ്റ നിലയിൽ കണ്ടെത്തിയ കാട്ടുകൊമ്പൻ ഏഴാറ്റുമുഖം ഗണപതിക്ക് ചികിത്സ നൽകാൻ വനംവകുപ്പിന്റെ തീരുമാനം. പരിക്ക് ഗുരുതരമല്ലെങ്കിലും ചികിത്സയുമായി മുന്നോട്ട് പോകാനാണ് ശുപാർശ. നിലവിൽ ആനയുടെ പരിക്ക് ഗുരുതരമല്ല എന്നാണ് ഡോക്ടർമാരുടെ റിപ്പോർട്ട്. 2 ദിവസം കൂടി ആനയെ ഡോക്ടർമാരുടെ സംഘം നിരീക്ഷിച്ച് വീണ്ടും റിപ്പോർട്ട് സമർപ്പിക്കും. ആവശ്യമെങ്കിൽ മയക്കുവെടി വെച്ച് പിടികൂടും. അഖിൽ കൂടുതൽ വിവരങ്ങളുമായി. അഖിൽ, എന്താണ് അതിന്റെ അപ്ഡേറ്റ്? നിഷാദ്, നിലവിൽ ഈ വെറ്റിനറി ഡോക്ടർമാരായ ബിനോയ്, അതോടൊപ്പം തന്നെ മിഥുൻ, ഡേവിഡ് എന്നീ 3 ഡോക്ടർമാരാണ് അന്വേഷിച്ചു വരുന്നത്. ഇവരാണ് നിലവിൽ ഒരു റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത്. ഇതിലാണ് ഈ ആനയ്ക്ക് പരിക്ക് ഗുരുതരമുള്ളതല്ല എന്ന് പറയുന്നത്. പക്ഷെ ആനയ്ക്ക് ചെറിയ പ്രശ്നങ്ങളുണ്ട്. വലത്തെ കാല് നിലത്ത് കുത്തുന്നതിൽ ആന ബുദ്ധിമുട്ട് കാണിക്കുന്നുണ്ട്. പക്ഷേ ആനയുടെ അടിയിൽ എന്താണെന്നുള്ളതെന്ന് കൃത്യമായി പരിശോധിക്കാൻ പറ്റിയിട്ടില്ല. നിലവിലൊരു ചികിത്സയുടെ ആവശ്യമില്ല എന്നാണ് പ്രാഥമികമായി നൽകിയ റിപ്പോർട്ടിൽ പറയുന്നത്. പക്ഷേ ഈ നിരീക്ഷണം, ആനയുമായിട്ടുള്ള നിരീക്ഷണം വരുന്ന 2 ദിവസങ്ങളിലും തുടരും. അതിനുശേഷം വീണ്ടും ഒരു റിപ്പോർട്ട് സമർപ്പിക്കും. അതിൽ ആനയ്ക്ക് ചികിത്സ നൽകേണ്ട സാഹചര്യം ഉണ്ടെങ്കിൽ ആനയെ മയക്കുവെടി വെച്ച് പിടികൂടി ചികിത്സ നൽകാനാണ് വനംവകുപ്പിന്റെ തീരുമാനം. അതിന്റെ തുടർ നടപടികൾ വനംവകുപ്പ് മുന്നോട്ട് പോവുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ആനയെ ചികിത്സിക്കുക, അതായത് ഇനി അധികം താമസിപ്പിക്കാതെ എന്തെങ്കിലും കാര്യമായ പ്രശ്നമുണ്ടെങ്കിൽ ആനയ്ക്ക് ചികിത്സ നൽകാം എന്ന തീരുമാനത്തിലേക്ക് തന്നെ വനംവകുപ്പ് എത്തിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. എന്തായാലും ആനയെ ചികിത്സിക്കുന്ന നിരീക്ഷണം ഇപ്പോൾ തുടരുകയാണ്. അടുത്ത ദിവസങ്ങളിൽ വരുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും മറ്റ് കൂടുതൽ ചികിത്സാ രീതികൾ തീരുമാനിക്കുക. നിഷാദ്.